വാണിയമ്പലം റെയിൽവേ മേൽപ്പാത അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി MP. വണ്ടൂരിൽ നടന്ന അവലോകന യോഗത്തിലാണ് MP-യുടെ നിർദ്ദേശം. വണ്ടൂർ വാണിയമ്പലം റെയിൽവേ മേൽപ്പാത അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി MP. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന അവലോകന യോഗത്തിലാണ് പ്രിയങ്ക ഗാന്ധി റെയിൽവേക്ക് നിർദ്ദേശം നൽകിയത്. വാണിയമ്പലം റെയിൽവേ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗ് വ്യക്തതയ്ക്കായി തിരികെ നൽകിയെന്നും ഡ്രോയിംഗ് അന്തിമമാക്കുന്നതിലുള്ള കാലതാമസമാണ് പദ്ധതി വൈകുന്നതിന് കാരണമെന്ന് റെയിൽവേ അധികൃതർ യോഗത്തിൽ പറഞ്ഞു. ദിവസം 14 തവണയോളം ഗേറ്റ് അടച്ചിടുന്നത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും ഡ്രോയിംഗ് അന്തിമമാക്കുന്നതിന് സമയപരിധി തീരുമാനിക്കണമെന്നും പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധി MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 28 ലക്ഷം രൂപ അനുവദിച്ച തുവ്വൂർ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം ഷെൽട്ടർ നിർമ്മാണത്തിന്റെ പ്രവൃത്തി എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് പ്രിയങ്ക ഗാന്ധി ആവശ്യപ്പെട്ടു. പ്രവൃത്തിയുടെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു വരുന്നതായി ഉദ്യോഗസ്ഥന്മാർ യോഗത്തിൽ അറിയിച്ചു. നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ പാതയുടെ വിശദ പദ്ധതി റിപ്പോർട്ട് എത്രയും വേഗം സമർപ്പിക്കണമെന്നും യോഗത്തിൽ അവർ നിർദ്ദേശം നൽകി. നിലമ്പൂർ അടിപ്പാതയുടെ ഗിർഡൻ ലോഡ്ജിംഗും പ്രാരംഭ യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗും പൂർത്തിയായി. മഴക്കാലം വരുന്നത് കണക്കാക്കി സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ വേണമെന്ന് പ്രിയങ്ക ഗാന്ധി നിർദ്ദേശിച്ചു. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണത്തിൽ പ്രധാന കവാടത്തിൽ തടസ്സമുണ്ടാവുന്ന സാഹചര്യം രൂപരേഖയിൽ ഉണ്ടെന്നും അത് പരിശോധിക്കണമെന്നും അവർ പറഞ്ഞു. AP അനിൽകുമാർ MLA, പാലക്കാട് അഡീഷണൽ റെയിൽവേ മാനേജർ M ജയകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ബ്ലോക്ക് പഞ്ചായത്ത് അസ്കർ ആമയൂർ, പുഷ്പവള്ളി ടീച്ചർ, നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം, വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VS സീന, ജില്ലാ പഞ്ചായത്ത് അംഗം KT അജ്മൽ, റെയിൽവേ DEN ഈസ്റ്റ് അൻസുൽ ഭാരതി, ഗോപു ഉണ്ണിത്താൻ, ബർജാസ് മുഹമ്മദ്, ACM പ്രമോദ് തുടങ്ങിയവർ പങ്കെടുത്തു. Regarding smaller and larger issues to do with the railways, so I thought we should have a meeting and go over all of them one by one. So whether it is small stoppages or improvement and upgradation of facilities at different railway stations, we've discussed everything. I've asked where I can help to put pressure on my part, if I can write to the relevant ministries, whether central government or state government, and move things forward. So we've discussed all that, and I hope that together we'll be able to work in a way that will be helpful for the people of the city. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, pride of generations. India, Oman, Bahrain.